ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഹോപ്പ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തിയാണോ, അഥവാ ഓൾറെഡി പ്രണയത്തിലായിരുന്നു, ബ്രേക്കപ്പായി, ആ വ്യക്തിയെ തിരിച്ചു വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഹോപ്പും ഇല്ലാത്ത ആളുകൾ യൂസ് ചെയ്യേണ്ട പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്ന് പറയാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയുക. വളരെ ഈസി ആയിട്ട് ആ വ്യക്തിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ വ്യക്തി നിങ്ങളെ വീണ്ടും സ്നേഹിക്കുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. അഫർമേഷൻ ഇതാണ്: താങ്ക് യു ഗോഡ്, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, പ്ലസ് ആരാണോ ആ വ്യക്തിയുടെ പേര്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു പേര് പറയാം, ചിത്ര ലവ്സ് മീ. ആ ചിത്ര എന്നുള്ളതിന് പകരം നിങ്ങൾ ആരിൽ നിന്നാണോ സ്നേഹം പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ കാവ്യ എന്നാണെങ്കിൽ കാവ്യ ലവ്സ് മീ എന്നാക്കി മാറ്റുക. അപ്പൊ താങ്ക് യു ഗോഡ്, കാവ്യ ലവ്സ് മീ. അത് നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. പേര് ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. ആരിൽ നിന്നാണോ സ്നേഹം പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് കമന്റ് ചെയ്യുക. ഈ ഒരു അഫർമേഷൻ നമ്മൾ മെയിൻലി സെറ്റ് ചെയ്തിട്ടുള്ളത്, ഓൾറെഡി ആ വ്യക്തി നിങ്ങളെ വീണ്ടും സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സെന്റൻസ് ആണ്. അഥവാ താങ്ക് യു ഗോഡ്, ദൈവത്തിന് നന്ദി, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, പ്രപഞ്ചശക്തിക്ക് നന്ദി. അതിൻ്റെ കൂടെ തന്നെ അവൾ എന്നെ സ്നേഹിക്കുന്നു, അഥവാ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള ആ ഒരു സംഭവം ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്ന, ഓൾറെഡി മാനിഫെസ്റ്റ് ആയിട്ടുള്ള, ഓൾറെഡി സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു അഫർമേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെരി പവർഫുൾ ആണ്. നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് ഡെയിലി യൂസ് ചെയ്യുക, ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അഫർമേഷൻസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുക എന്നുള്ളത്, അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ മാത്രം ചെയ്തതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാനിഫെസ്റ്റേഷന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ മെന്റലി ഓക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ഈ അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ മെന്റലി ഓക്കെ ആവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രേക്കപ്പ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ ആദ്യം മെന്റലി ഓക്കെ ആവുക. നമ്മൾ ഒരു സാഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടല്ലോ, ഇനി ഒരു പ്രതീക്ഷയില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് കുറേ അഫേം ചെയ്തു, കുറേ വിഷ്വലൈസേഷൻ ചെയ്തു, റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. കിട്ടില്ല. കാരണം നിങ്ങൾ മെന്റലി ഓക്കെ ആവുക എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക, ബോഡി ജസ്റ്റ് മൂവ് ചെയ്യുക, എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസോ അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക. അത് നിർബന്ധമാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്, പല കാര്യങ്ങളിലും ബിസി ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരുമായിട്ടും ടോക്ക് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ അത് പറയാൻ മടിയാണെങ്കിൽ കൂടി നിങ്ങൾ കുറച്ച് സമയം മറ്റുള്ള വ്യക്തികളോടൊക്കെ സംസാരിക്കുക. സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ആ സമയത്ത് ഒന്നിനും തോന്നില്ല, അത് സത്യമാണ്. പക്ഷെ എങ്കിൽ കൂടി നിങ്ങളൊരു എക്സ്ട്രാവേർട്ട് ആയിട്ടുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മറ്റുള്ള വ്യക്തികളോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് ഇടപഴകുക. ഒരു 10% ആളുകൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ഇരുന്നാലും പ്രശ്നമില്ല. അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ അവർക്ക് അതൊന്ന് റിക്കവർ ആകാനായിട്ട് പറ്റും. അല്ലാത്ത ആളുകളൊക്കെ ബിസി ഷെഡ്യൂൾ ആക്കുക, സുഹൃത്തുക്കളോട് സംസാരിക്കുക, ഫിറ്റ്നസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളെ മെന്റലി ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു യാത്ര പോവാം, സുഹൃത്തുക്കളുടെ കൂടെ ആവാം. ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒറ്റയ്ക്ക് പോവാം. ചെറുതാവാം. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള യാത്ര പോകണം എന്നൊന്നല്ല പറയുന്നത്. നമ്മളൊന്ന് കൂളാവാൻ, നമ്മളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളൊന്ന് മെന്റലി ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് നമ്മുടെ മനസ്സിലൂടെ പോകുന്ന തോട്ട്സുകൾ മെന്റലി ഓക്കെ ആയതിനു ശേഷം നിരീക്ഷിക്കുക. ചിലപ്പോൾ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. അവൾ ഇനി തിരിച്ചു വരില്ല, അല്ലെങ്കിൽ അവൻ ഇനി തിരിച്ചു വരില്ല, ഇനി നമ്മളൊന്നിച്ചൊരു ലൈഫ് ഉണ്ടാവത്തില്ല, അവൾ അങ്ങനെ അവസാനം ഉറപ്പിച്ചു പറഞ്ഞതാണ്. ഒത്തിരി ചിന്തകൾ ഉണ്ടായിരിക്കും അല്ലേ? ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റുക. നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടേണ്ടത് ആ രീതിയിലോട്ട് നമ്മുടെ ചിന്തകളെ മാറ്റി ചിന്തിക്കുക. അവൾ തിരിച്ചു വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നോട് ഇഷ്ടമുണ്ട്,
തിരിച്ചു വരും, ഞങ്ങൾ ഒന്നിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുക. അപ്പം നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ എന്തൊക്കെയാണെന്ന് ഒരു പേപ്പറിൽ എഴുതി അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിലോട്ട് മാറ്റി എഴുതുക. എന്നിട്ട് ആ തോട്ട്സ് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിക്കുക. അതെല്ലാ ദിവസവും ആ പോസിറ്റീവായിട്ട് എഴുതി വെച്ചത് റീഡ് ചെയ്താലും മതി. കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ തോട്ടായിട്ട് മാറും. കോൺഷ്യസ് ആയിട്ട് ആ പോസിറ്റീവ് തോട്ട്സ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ആളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഒരു ഗൈഡൻസ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോ. ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഞങ്ങൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാം. എങ്ങനെ ചിന്തിക്കണം, എന്ത് ചിന്തിച്ചാലാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുക, എങ്ങനെ നിങ്ങൾക്ക് മെൻ്റലി ഓക്കെ ആയിട്ടിരിക്കാം, ഇതിനെ പറ്റിയിട്ടൊക്കെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു അഫർമേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ആ വ്യക്തി ഇങ്ങോട്ട് തിരിച്ച് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ എൻ്റെ ഫോളോവേഴ്സിന് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ അഫർമേഷൻ ഫ്രീ ആയിട്ട് അയച്ചു തരും. ആ അഫർമേഷൻ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ ഒരു 5 minutes റിപ്പീറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു അഫർമേഷൻ ഉണ്ടല്ലോ, അത് നൈറ്റ് കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് മോർണിംഗിൽ ചെയ്യുക. ചേസിങ് അഫർമേഷൻ അയച്ചു തരാം. മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടോ, ചേസിങ് അഫർമേഷൻ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അഥവാ നമ്മൾ മനസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അഥവാ അവരുമായിട്ടുള്ള ഒരു ലൈഫ്, ഫ്യൂച്ചറിൽ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയായിരിക്കും, യാത്ര ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതല്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് ആയിരിക്കേണ്ടത് അതിപ്പോൾ ഈ നിമിഷം നടക്കുന്നതായിട്ട് മനസ്സിൽ കൃത്യമായിട്ട് കാണുക എന്നുള്ളതാണ്. അത് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് ഫീൽ ചെയ്യാനും അത് മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് റിയാലിറ്റിയിൽ വരും. ജോസഫ് മർഫി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒത്തിരി റിസർച്ച് ചെയ്തിട്ട് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നു നമ്മുടെ ഇമാജിനേഷൻ അത്രത്തോളം പവർ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് ഇമാജിൻ ചെയ്യുകയും അത് മാക്സിമം ഫീൽ ചെയ്യുകയും ചെയ്യുക. ഇത് തുടർച്ചയായിട്ട് ഒരു 21 ദിവസമെങ്കിലും ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി അഡീഷണലായിട്ട് ഇപ്പം നമ്മൾ അഫർമേഷൻ യൂസ് ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, മെൻ്റലി ഓക്കെ ആവുന്നു, നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കുന്നു, ഇതൊക്കെ പറഞ്ഞു. ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഓൾഡ് പ്രോഗ്രാമിങ്സ് ആയിരിക്കാം. നമുക്കൊരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മീൻസ് നമ്മൾ ജനിച്ചു വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് പല തെറ്റായ ചിന്തകളും തെറ്റായ ധാരണകളൊക്കെ പോയിട്ടുണ്ടായിരിക്കും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ആയി ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പം അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വീണ്ടും ഫ്ലോപ്പ് ആവും. അപ്പം അങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു റീപ്രോഗ്രാമിങ്ങും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന 21 ദിവസത്തെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ഞാൻ തന്നെ നൽകുന്ന പേഴ്സണൽ ക്ലാസ്സുകളാണ്, റെക്കോർഡഡ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വാട്സപ്പ് വഴിയാണ് അത് നടക്കുന്നത്. മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് ചോദിച്ച് അയച്ചു തരുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ടിരിക്കാനും സ്മൂത്തായിട്ട് ഒത്തിരി നാൾ ജീവിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്